ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുലിഖിതം. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ ഈ ഒരു മണിക്കൂറിൽ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും, ഓരോ പട്ടണങ്ങളിലും, ഗ്രാമപ്രദേശങ്ങളിലും, തീരദേശങ്ങളിലും, ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്ന സമയമാണ്. 107-ാം സങ്കീർത്തനത്തിലെ 20-ാം തിരുലിഖിതം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചനം വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ശക്തിയാണ്. ഒരു കുടുംബം ഇതാ അത് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പേര് നിഷ സുനിൽ. ഞാൻ ചെമ്മണ്ണാർ സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിൽ നിന്നും വരുന്നു. വിശുദ്ധ സേവ്യാർ പുണ്യാളൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ 2012 ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുക്കുന്ന അസുഖമുള്ള ഒരു കുട്ടിയുടെ സാക്ഷ്യം അച്ഛൻ ടെലിവിഷനിലൂടെ വായിച്ച് ഞാൻ കേട്ടു. ആ സമയത്ത് ആ കുട്ടിക്ക് 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുപ്പ് വരുന്ന അസുഖമായിരുന്നു. എനിക്ക് 27 വർഷമായിട്ട് ഞാനിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 27 വർഷം ചെവിയിൽ ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നതിനെ തുടർന്നാണ് അങ്ങനെ ഉണ്ടായത്. ഏകദേശം ഒരു 10 ENT ഡോക്ടേഴ്സിനെങ്കിലും ഞാൻ കാണിച്ചു. ലാസ്റ്റ് കാണിച്ചത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറിനെയായിരുന്നു. എന്നിട്ട് ബഡ്സ് ഇടരുതെന്ന് എന്നോട് പറയും. എന്നാൽ ഇറിറ്റേഷൻ കാരണം ഞാൻ ബഡ്സ് ഇടും, വീണ്ടും ചെവിക്കകത്ത് പഴുക്കും. പുറത്തേക്ക് പഴുപ്പൊന്നും വരാറില്ലായിരുന്നു, എങ്കിലും എപ്പോഴും ഒരു അസ്വസ്ഥതയായിരുന്നു ചെവിക്കകത്ത്. അങ്ങനെ ഞാൻ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈ ചെവിയും സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ക്രമേണ എൻ്റെ അസുഖം 1 മാസത്തിനിടയ്ക്ക് മാറിക്കിട്ടി. ഇതുവരെയും പിന്നീട് വന്നിട്ടില്ല. ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം വേറൊരു വ്യക്തി 21 വർഷമായി ചെവിയുടെ പഴുപ്പ് ഉണ്ടായിരുന്ന സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുന്നത് കേട്ടു. ആ സമയത്ത് പ്രാർത്ഥിച്ച് അതിനുശേഷം 1 മാസത്തിനുള്ളിൽ ഈ ചെവി, അത് 27 വർഷമായി ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡയാണ്, അതങ്ങോട്ട് സൗഖ്യപ്പെട്ടു. അതിനുശേഷം 6 മാസം പ്രായമായ എൻ്റെ കുഞ്ഞിന് ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം 4 മാസം കഴിയുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനും ഇതേ അസുഖം തന്നെ ഉണ്ടായി. പനി വന്നു, ഇങ്ങനെ ചെവിക്ക് അതോടെ പഴുപ്പ് വന്നു. ആദ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊഴിച്ചു, മാറി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പ് വന്നു. ആ സമയത്ത് ഞാൻ ഞായറാഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ കൊച്ചിൻ്റെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണണമെന്ന്. അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണുകയും പിന്നീട് കുഞ്ഞിന് ജലദോഷം ഉണ്ടായപ്പോഴൊന്നും ചെവിയിലൂടെ പഴുപ്പ് ഇതുവരെയും വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ കുടുംബത്തെ അങ്ങ് ഡെലിവറി ചെയ്ത് അവന് വിടുവിച്ച്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കാം. നമ്മിനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കായി, വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കായി, വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്.
എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി, എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിന് ഓരോ വിധത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താവുന്നതാണ്. വേണമെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നും അങ്ങനെ ഒരു നിസ്സഹകരണത്തോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരാം. വെറും ഒരു TV പ്രോഗ്രാമിൻ്റെ ആ ലെവലിൽ ഇതിനെ കാണാം. അതുപോലെ വിമർശിക്കാനോ കുറ്റം കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. എന്നാൽ പ്രിയ ദൈവപൈതലേ, ഇന്ന് ഈ സമയം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിശ്വാസത്തോടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എളിമപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ഇന്ന് കർത്താവ് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും. കർത്താവ് തൻ്റെ സാന്നിധ്യത്തെ അവൻ അയക്കും. തൻ്റെ മഹത്വം ആ കുടുംബത്തിലേക്ക് അവിടെ ഇറക്കും. അവിടെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുതത്താൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീരൊപ്പും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ പൈതലേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു പ്രേരണ നൽകുകയാണ്. അച്ഛനിവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കുടുംബം ഒന്നിച്ച് എന്തെങ്കിലും നിങ്ങളുടെ പീഡകളുണ്ടെങ്കിൽ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അപ്പോൾ തന്നെ കുടുംബത്തിൽ നിന്ന് ആ പീഡ, ആ രോഗം, ആ ബാധ, ആ തടസ്സം, ആ തകർച്ച, കണ്ണുനീര് വിട്ടുമാറിപ്പോയി കുടുംബം വിടുതൽ പ്രാപിക്കും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അത്ഭുതത്തിന്റെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ, മന്ദതയും മരവും വിട്ടുപോയി ഉണർവ് ലഭിക്കട്ടെ. ഓ ദൈവശക്തി പൂരിതമാകട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തിയാൽ വലയം ചെയ്യപ്പെടട്ടെ, കുടുംബത്തിലെ അന്ധകാരങ്ങൾ മാറട്ടെ, എല്ലാവർക്കും ഏകഹൃദയം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നൽകണമേ. അന്ധകാരത്തിന്റെ എല്ലാ അധിപതികളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഓരോ കുടുംബത്തിന് കടബാധ്യതകൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. മാരക രോഗപീഠകൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. പൈശാചിക ശല്യങ്ങൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കൂടോത്ര ശക്തികൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. മന്ത്രവാദത്തിന്റെ ശക്തികൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബ കലഹങ്ങൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ജോലി തടസ്സങ്ങൾ, യേശുനാമത്തിൽ വിവാഹ വിട്ടുപോകട്ടെ. തടസ്സങ്ങൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബത്തിൽ മക്കളുണ്ടാകുന്ന തടസ്സങ്ങൾ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ, വിടുതൽ നൽകണമേ, അന്ധകാരങ്ങൾ തകരട്ടെ, പീഡകൾ ഒഴിയട്ടെ, എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ ആരാധന, ആരാധന. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഫാമിലി ബൈ ഫാമിലി, പേഴ്സൺ ബൈ പേഴ്സൺ ഓരോ വ്യക്തികളെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുനാമം പിശാചിനെ തകർക്കുന്ന ശക്തി എന്നതിനെ കുറിച്ചാണ്. ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങൾ, അന്ന് ദൈവം വളരെ ശക്തമായി എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചു തന്ന, ബോധ്യം തന്ന ഒരു വചനമുണ്ട്. അതാണ് സങ്കീർത്തന പുസ്തകം 74 അധ്യായം 13 14 തിരുലിഖിതങ്ങൾ. ശക്തിയാൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തലകൾ പിളർന്നു, ലെവിയാഥാൻ്റെ തലകൾ തകർത്തു, മരുഭൂമിയിലെ ജന്തുക്കൾക്ക് അതിനെ ഇരയായി ഇട്ടുകൊടുത്തു. ഞാൻ ഈ വചനഭാഗം വായിച്ചിട്ട് ദൈവമേ എനിക്കൊന്നും മനസ്സിലാകണില്ല. ഇതാരാണ് ഈ ലെവിയാഥാൻ? ആരാണ് ഈ ഭീകര സത്വം? ഇതെല്ലാം ഞാനങ്ങനെ ചിന്തിച്ച് പല നാളുകൾ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും യേശയ്യാ പ്രവചനത്തിൽ 27 അധ്യായത്തിൽ 1 തിരുലിഖിതവും എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട്
ലെവിയാഥാനെ, പൊളഞ്ഞുപായുന്ന ലെവിയാഥാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് പിളർന്നു കളയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രവ്യാളത്തെ അവിടുന്ന് പിളർന്നു കളയും. പൊളഞ്ഞു പായുന്ന ലെവിയാഥാന്റെ തലകളെ അവിടുന്ന് തകർത്ത് ഛിന്ന ഭിന്നമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ദൈവമേ, ഇതാരാണ് ഈ ലെവിയാഥാൻ? എന്താണ് ഈ സമുദ്രവ്യാളം? എന്താണ് ഈ സമുദ്രത്തിലെ ഭീകര സത്വങ്ങൾ? ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ഞാൻ ഒരു വലിയ ബൈബിൾ പണ്ഡിതനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് പിശാചിൻ്റെ ശക്തി, അന്ധകാര ശക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ ജീവിക്കുന്ന ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അന്ധകാര ശക്തികളെ ഞാൻ തകർക്കും. ദൈവമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശല്യമുണ്ടാക്കുന്ന, എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂലം ഉണ്ടാക്കുന്ന, തടസ്സമുണ്ടാക്കുന്ന പൈശാചിക പീഡയുണ്ടായാൽ ആ പൈശാചിക പീഡകളെ ഞാൻ തകർത്ത് കളയുമെന്ന് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ഒരു വലിയ ശക്തി മൂർത്തി ഭവിച്ചത് യേശു എന്ന വ്യക്തിയിലാണ്. റോമ ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലെ ഒരു വാഗ്ദാനമുണ്ട്. റോമ 16:20 വചനം പഠിപ്പിക്കുകയാണ്, സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഇത് തന്നെ മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിലും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലാക്കി 4-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും, അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഇത് ദൈവവചനത്തിൽ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനവും ദുഷ്ടശക്തികളെ ഛിന്ന ഭിന്നമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലിനെ കുറിച്ച് ദൈവമക്കൾക്കുള്ള വാഗ്ദാനമാണ്. മലാക്കി 4:3 ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും, അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. അത്രമാത്രം ഛിന്ന ഭിന്നമാകുന്ന ശക്തിയാണ് ഒരു ദൈവ പൈതൽ പ്രവർത്തിക്കുമ്പോൾ അത്രമാത്രം ഛിന്ന ഭിന്നമായി പോകുന്ന ശക്തിയാണ് ഈ പൈശാചിക ശക്തി അല്ലെങ്കിൽ അന്ധകാര ശക്തി എന്ന് പറയുന്നത്. അതിന് ഒരു ദൈവ പൈതൽ എന്തു ചെയ്യണം? ഒരു ദൈവ പൈതൽ ആരെ അറിയണം? ഒരു ദൈവ പൈതൽ ആരെ സ്വീകരിക്കണം എന്ന് വിശുദ്ധ ലിഖിതം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചിക ശക്തികളെയും നാരകീയ സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും അന്ധകാര വ്യൂഹങ്ങളെയും അധിപതികളെയും ആധിപത്യങ്ങളെയും തകർക്കുന്ന അത്ഭുതകരമായ ദൈവശക്തി നിറഞ്ഞു നിന്നിരുന്നത് യേശു ക്രിസ്തുവിലാണ്. അതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുന്നത്. യേശു ഒരു ദിവസം ഗരസേനരുടെ നാട്ടിലേക്ക് എത്തി. അവിടെ ഒരു പിശാച് ബാധിതനുണ്ടായിരുന്നു. അവൻ്റെ വാസം കല്ലറകളിലായിരുന്നു. ചങ്ങലകൾ കൊണ്ട് പോലും അവനെ ബന്ധിച്ചിടാൻ കഴിയാത്ത വിധം വലിയ ശക്തി കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് പൈശാചിക ശക്തി, പൈശാചിക ബാധ നിറഞ്ഞ മനുഷ്യൻ. അവിടെയാണ് യേശു എത്തിയത്. യേശുവിനെ കണ്ട മാത്രയിൽ ഈ മനുഷ്യൻ അലറി വിളിക്കാൻ തുടങ്ങി. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ കണ്ട മാത്രയിൽ ഈ പിശാചിന്, ഈ പൈശാചിക കൂട്ടത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇവരെ തകർക്കാനുള്ള ശക്തി, ഇവരെ നശിപ്പിക്കാനുള്ള ശക്തി, ഇവരെ ബഹിഷ്കരിക്കാനുള്ള ശക്തി, ഇവരെ ഒഴിപ്പിക്കാനുള്ള ശക്തി, ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശക്തി യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വാ തുറന്ന ഉടനെ ആദ്യം തന്നെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ബോധ്യം ഇവർ വിളിച്ചു പറയുകയാണ്. അതാണ് 5-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ. ആ പിശാചബാധിതനായ മനുഷ്യരിൽ നിന്ന് അശുദ്ധാത്മാവ് അലറി വിളിക്കുകയാണ്, അല്ലയോ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. നോക്ക്, അവൻ്റെ നിലവിളി കണ്ടോ?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കിക്കേ, യേശുവിനെ വേറെ എത്രയോ പേര് കണ്ടു, എന്നാൽ അവർക്കാർക്കും ഇത് മനസ്സിലായില്ല. യേശുവിൽ പിശാചിനെ നശിപ്പിക്കുന്ന ഈ ശക്തി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് സാധാരണക്കാരും മനസ്സിലാക്കിയില്ല. എന്നാൽ പിശാചുണ്ടായിരുന്ന ഈ മനുഷ്യനിൽ കുടികൊണ്ടിരുന്ന പിശാച് യേശുവിനെ കണ്ട മാത്രയിൽ ഉടനെ നിലവിളിക്കുകയാണ്, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര യേശുവേ, ഞങ്ങളെ നശിപ്പിക്കരുതേ, ഞങ്ങളെ ഒഴിപ്പിക്കരുതേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ നിലവിളിക്കുകയാണ്. ഇതുപോലെ തന്നെ സമാനമായ രംഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശു കഫർനാമിലെ ഒരു സിനഗോഗിലേക്ക് എത്തി. അവൻ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി, അവിടെ പ്രഘോഷിക്കാൻ തുടങ്ങി. ദൈവരാജ്യത്തിന് ദൂതുകളെ ഉദ്ഘോഷിക്കുന്ന സമയത്ത് അവിടെ ഒരു പിശാച് ബാധിതനുണ്ടായിരുന്നു. അവൻ അലറാൻ തുടങ്ങി. അതാണ് 1-ാം അധ്യായം 23-24 തിരുലിഖിതങ്ങൾ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രയനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-24 തിരുലിഖിതം കാണുകയാണ്. ഈ അശുദ്ധാത്മാവ് ബാധിച്ച ഈ വ്യക്തിയിൽ നിന്ന് ഈ അശുദ്ധാത്മാവ് യേശുവിനെ കണ്ട ഉടനെ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദിന്റെ പുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അപ്പോൾ യേശുവിൽ കുടികൊണ്ടിരുന്ന, യേശുവിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ശക്തിയെക്കുറിച്ച് ഈ അശുദ്ധാത്മാവിന് നല്ല ബോധ്യമുണ്ട്, നല്ല അറിവുണ്ട്, നല്ല വിവരമുണ്ട്. അവൻ പറയുകയാണ്, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ വന്നിരിക്കുന്നത്? പിശാചിനെ നശിപ്പിക്കാനുള്ള ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് യേശു. ദൈവത്തിൻ്റെ ഈ ശക്തി യേശുവിൽ നിറഞ്ഞു നിന്നിരുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഈ ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ അവർ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. അവർ ഗ്രാമാന്തരങ്ങളിലേക്ക് പോയി, ദേശാന്തരങ്ങളിലേക്ക് പോയി, വചനം പ്രഘോഷിച്ചു, ദൈവരാജ്യം പ്രഘോഷിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, പിശാചുകൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ശിഷ്യന്മാർ പറയാണ്, ഞങ്ങൾ ചെറിയവര്, നിസ്സാരന്മാര്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അതും ഇതും ചെയ്ത് നടന്നവർ, എന്നാൽ ഞങ്ങൾ പോയി നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സന്തോഷത്തോടെ പറയുകയാണ്. ഉടനെ യേശു അത് കേട്ട് സന്തോഷത്തോടെ യേശു പറയുകയാണ്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. പിശാച് കീഴ്പ്പെടുന്നു എന്നതിനേക്കാൾ യേശു പറയാണ്, ആ സമയത്ത് സാത്താനും അവൻ്റെ കൂട്ടാളികളും അവൻ്റെ ആധിപത്യങ്ങളും ഛിന്നഭിന്നമാകുന്നത് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി. യേശുവിൽ നിറഞ്ഞ അതേ ശക്തി യേശുവിൻ്റെ നാമത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു പേടിയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നമുണ്ടായി, ഈ യേശുവിൻ്റെ നാമം ഉപയോഗിക്കും മക്കളെ. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, മക്കളെ ഒരു കാര്യം അറിയുക, യേശു എന്ന വ്യക്തി, യേശു എന്ന നാമം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവായ ദൈവം അയച്ചിരിക്കുന്ന രക്ഷയുടെ വാഗ്ദാനമാണ് യേശു. ആർക്കും യേശുവിനെ വിളിക്കാം, ആർക്കും യേശുവിനോട് പ്രാർത്ഥിക്കാം, ആർക്കും യേശുവിൻ്റെ വചനം പഠിക്കാം. ഒരു ബൈബിൾ വാങ്ങണം, യേശുവിനെ കുറിച്ച് പഠിക്കണം, യേശുവിൻ്റെ നാമം ഉച്ചരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഈ നാമത്തിൽ പൈശാചിക പീഡകൾ കൂട്ടത്തോടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, അവിടെ പീലിപ്പോസ് സമരിയായിലെ ചില പട്ടണങ്ങളിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ശുശ്രൂഷ. അപ്പോൾ ജനങ്ങളെല്ലാം ഏക മനസ്സോടെ പീലിപ്പോസ് പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കുകയാണ്. എന്താ ഇതിന്റെ കാര്യം? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവസിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സമാധാനമുണ്ടായി.
വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായം, അവിടെ പൗലോസ് പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. സ്ഥിരം ഒരു പ്രശ്നം പൗലോസിനെ അലട്ടുകയാണ്. ഒരു അശുദ്ധാത്മ ബാധിച്ച പെൺകുട്ടി വന്ന് ഈ പൗലോസിനെ അനുഗമിച്ച്, ഇവർ അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരാണ്, ഇവർ പാട് നിങ്ങൾ ശ്രവിക്കണം എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. പൗലോസ് തിരിഞ്ഞ് അവൾ അശുദ്ധാത്മ കൊണ്ട് കൽപ്പിക്കുന്ന രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതം. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് അവളെ വിട്ട് പുറത്തേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിനെ തകർക്കുന്ന ശക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നാമം ഇന്ന് ഉപയോഗിച്ചാൽ ഈ നാമത്തിൽ സാത്താൻ്റെ തല തകരും. ഈ നാമത്തിൽ സാത്താൻ കോട്ടകൾ തകരും. ഈ നാമത്തിൽ സാത്താൻ്റെ ആവേശങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഛിന്നഭിന്നമാകും. വ്യക്തികളിൽ നിന്ന് വിടുതലുണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 19-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ശക്തി നിറഞ്ഞു നിന്ന പൗലോസ് ശ്ലീഹായുടെ ശരീരത്തെ സ്പർശിച്ച തുവാലുകളും അംഗവസ്ത്രങ്ങളും സ്പർശിക്കുന്ന മാത്രയിൽ സാത്താൻ അലറിക്കൊണ്ട് ഓടുന്ന രംഗം അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തുവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. Praise the Lord. ഈ ഒരു വലിയ ശക്തി, യേശു നാമത്തിന്റെ ഈ ശക്തി യേശുവിന്റെ ശിഷ്യനായ പൗലോസ് നിറഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ സ്പർശിച്ച ഒരു തുവാല തൊടിയിച്ചാൽ മതി, പിശാച് കളറിക്കൊണ്ട് പുറത്തേക്ക് ഓടുക. അതുപോലെ പിശാചിനെ തകർക്കുന്ന ശക്തി, സാത്താന്റെ വേര് പറിക്കുന്ന ശക്തി യേശു എന്ന നാമത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ദൈവവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതാണ് റോമ 16:20. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. യേശു നാമത്തിലാണ്, ഈ യേശു നാമത്തിന്റെ ശക്തിയാലാണ് അത് സംഭവിക്കുന്നതെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ നാമത്തിന് ശുശ്രൂഷകരായിട്ടാണ് ഓരോ ഇടവുകളിലേക്ക് വൈദികരെ അയച്ചിരിക്കുന്നത്. ഈ നാമത്തിന് ശുശ്രൂഷകരാണ് ഓരോ സമർപ്പിതരും, ഓരോ സിസ്റ്റേഴ്സും. ഈ നാമത്തിന് ശുശ്രൂഷകരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കാൻ വരുന്ന ഓരോ ശിഷ്യന്മാരും, ഓരോ ആത്മായ ശുശ്രൂഷകരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൈശാചിക പീഡ, ഒരു ബുദ്ധിമുട്ട്, ഒരു തകർച്ച, ഒരു അന്ധകാര പീഡയുണ്ടെങ്കിൽ നാം മനം കലങ്ങരുത്, ഹൃദയം തകരരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. വെഞ്ചരിച്ച വെള്ളമോ എണ്ണയോ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അധികാരത്തോടെ സാത്താനെ കൽപ്പിച്ച്, സാത്താനോട് ആജ്ഞാപിച്ച് ബഹിഷ്കരിക്കാൻ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ശുശ്രൂഷകരെ സമീപിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഈ നിമിഷം എല്ലാ ദൈവമക്കളും, കുടുംബം ഒന്നിച്ച്, മക്കളും കുട്ടികളും മാതാപിതാക്കന്മാരും എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇവരുടെ കുടുംബങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ അത്ഭുതകരമായ ഒരു അഭിഷേകത്തെ തുറക്കണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, ബലഹീനർ ബലം പ്രാപിക്കട്ടെ. ഓ ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. I have given you the authority to trample over snakes, scorpion and the powers, all the powers of the enemy. Nothing will harm you. Hallelujah, hallelujah, hallelujah. യേശുവേ, യേശുവേ, അത്ഭുത ഡെലിവറൻസ് പവർ നിറയട്ടെ. Glory, 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 glory. Hallelujah, hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങളെ ബന്ധിക്കുന്നു. ഈ കുടുംബങ്ങളിലെ പൈശാചിക പീഡകളെ യേശു നാമത്തിൽ ശാസിക്കുന്നു. പിശാചും അവന്റെ ദൂതഗണങ്ങളും ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായം 3-ാം തിരുലിഖിതം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥാ. എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥാ. എത്ര മനോജ്ഞം എൻ്റെ ഈ ജന്മം നീ വന്നു ചേർന്നിടുമ്പോൾ, ആനന്ദമേകിടുമ്പോൾ. എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന് സഭയെക്കുറിച്ച് വലിയൊരാഗ്രഹമുണ്ട്. യേശു ക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം തിരുലിഖിതം. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്താം. സഭയുടെ എല്ലാ ശുശ്രൂഷകളും യേശു നൽകിയ അധികാരം കൂടെ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ്. ഇതാ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾ കാലങ്ങളായുള്ള പീഡകളെ തകർക്കുന്ന സമയമാണ്. അന്ധകാരങ്ങൾ ഇപ്പോൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തക്കവണ്ണം ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ്. സാത്താൻ കൂട്ടങ്ങൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഉറക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്യുന്നത ശക്തിയാൽ കാലങ്ങളായി കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ അധിപതികളെ, ദുഷ്ടാത്മ കൂട്ടങ്ങളെ, സകല ബാധകളെയും ഭൂതങ്ങളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. നീ വന്നു ചേർന്നിടുമ്പോൾ, ആനന്ദമേകിടുമ്പോൾ. എത്ര പ്രശാന്തം